അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ 2 ദിവസമായിട്ട് ഞാനത് പറയണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ അത് ഈ പറയാതിരുന്നാൽ അത് മനസ്സമാധാനമില്ല എന്ന് പറയുന്നൊരവസ്ഥയായതുകൊണ്ടാണ് എന്തായാലും ഈ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം എന്ന് കരുതിയത്. കാരണം 2 ദിവസം കൊണ്ട് ഇത് കേട്ടും കണ്ടും സഹിച്ചും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇത് പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന് തന്നെ തോന്നി. നേരത്തെ തന്നെ നമ്മൾ പല പ്രാവശ്യങ്ങളായി പല രീതിയിൽ പറഞ്ഞിരുന്നതാണ്, ഭാരതത്തിൽ പാകിസ്ഥാനുമായോ അതുപോലെയുള്ള ഏതെങ്കിലും ഭീകരവാദ രാഷ്ട്രങ്ങളുമായോ ഭാരതം ഒരു യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില ഞാഞ്ഞൂലുകൾ തലപൊക്കും. ഈ ഗ്രഹണകാലത്ത് നീർക്കോലിക്ക് വിഷം വരും എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആരുടെ പറയും. നീർക്കോലിക്ക് വിഷമുള്ളതല്ല പൊതുവേ, അപ്പോൾ ഇങ്ങനെ പാമ്പിൻ്റെ രൂപത്തിലിരിക്കുന്നൊരു സാധനമേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ എന്ന് ഒരു ചൊല്ലുണ്ട്, എന്ന് പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിലെ വെട്ടിക്കിളികളായ ആളുകൾ നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് പറയാനൊരവസരമുണ്ട് എന്ന് നോക്കി നടക്കുകയാണ്. സാധാരണഗതിയിൽ അത് കണ്ടിരുന്നത് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമപ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന ആളുകളായിരുന്നു, പ്രധാനപ്പെട്ട മലയാളത്തിലെ ചാനലുകളൊക്കെ തന്നെ. പക്ഷേ അവരെല്ലാം വളരെ മാന്യമായ രീതിയിൽ, ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ചാനലുകളുടെ ഗണത്തിൽ പെടുത്താവുന്ന ചാനലുകളൊക്കെ, ഈ മീഡിയ വണ്ണ് പോലുള്ള സാധനങ്ങളല്ല, അതൊക്കെ വേറെ സെറ്റപ്പ്, അല്ലാതെ ചാനലുകളായിട്ടുള്ള, അതായത് കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ചാനലുകൾ എല്ലാം തന്നെ വളരെ മര്യാദയ്ക്ക് ഈ പറയുന്ന ഭാരത സൈന്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആഗോള ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ ആ പ്രദേശത്ത് നിന്നും ആശയം ഉൾക്കൊണ്ട്, ഞാൻ ഈ പറയുന്ന വാക്കുകൾക്കകത്ത് കുറേ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചോളെ, കുറേ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ പെഹൽഗാം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാരതത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ പ്രദേശത്ത് ഇവിടെ ടൂറിസ്റ്റുകളായി പോയിരുന്ന ആളുകളെ മതം ചോദിച്ച ശേഷം കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതെന്തിനാണ് അവരത് ഉദ്ദേശിച്ചത് എന്നും ഏത് രീതിയിലാണ് നടപ്പാക്കിയത് എന്നുമുള്ള കാര്യങ്ങൾ കണ്ടാൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാണ്. നമ്മുടെ നാട്ടിലൊരു വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതും ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി വന്ന ആ സമയത്ത് ചില ഭാഗങ്ങളിൽ നിന്നും ചിലരുടെ പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാക്കി ഒരു വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യമായിരുന്നു ആ കൂട്ടർക്കുണ്ടായിരുന്നത്. കുറേ പേര് ചോദിക്കുന്നത് കേട്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ പാകിസ്ഥാനിൽ നിന്നും ആളുകൾ അതിർത്തി കടന്ന് ഭാരതത്തിലേക്ക് സ്വൈരവിഹാരം നടത്തും, ഇവിടുത്തെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ ഉറങ്ങുകയായിരുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന കൂട്ടരുടെ ചോദ്യം. 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് നായുടെ ഷേപ്പുള്ള രൂപത്തിലുള്ള ഒരു സംവിധാനം രൂപപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വരുന്നട്ടെ. അപ്പോൾ ആ സംവിധാനം ഉണ്ടായ കാലം മുതൽ അവരുടെ ഒരു ലക്ഷ്യം ഉണ്ട്, ഈ ഭാരതത്തെ എതിർക്കുക, അല്ലെ ഭാരതത്തിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ്. ഭാരതം ചന്ദ്രനിലേക്ക് എക്സ്പെഡീഷൻ നടത്തുന്നു, അതുപോലെ ആദിത്യ എക്സ്പെഡീഷൻ നടത്തുന്നു, അങ്ങനെ ചൊവ്വയിലേക്ക് പരിവേഷം നടത്തുന്നു. പക്ഷെ അപ്പോഴും എങ്ങനെ ഭാരതത്തിൻ്റെ അതിർത്തി നുഴഞ്ഞു കയറാം എന്നത് മാത്രമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ആളുകളുടെ ലക്ഷ്യം. ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന പല ഭീകരവാദ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അണ്ണന്മാർ 3-4 പേർ വന്നു ഈ ആളുകളെ കൊലപ്പെടുത്തി. ഇവരെല്ലാം എവിടെ പോയി എന്നാണ് പലരും ചോദിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒന്നുകിൽ അവരെ സൈന്യം വകവരുത്തിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലുണ്ടാകാം. ഇത് രണ്ടുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഓപ്ഷനുണ്ട്. കാലങ്ങളായി കാശ്മീരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഭീകരവാദികളെ ആ നാട്ടുകാർ തന്നെ ഒളിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. സൈന്യ സേവനം നടത്തിയിട്ടുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളിൽ പലരും, അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കാശ്മീരിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ റൈഫിൾസിലോ അല്ലെങ്കിൽ അതുപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ മറ്റേതെങ്കിലും വിഭാഗത്തിലോ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വരുന്ന ആളുകൾക്ക്
ആ രാജ്യത്ത്, ആ സംസ്ഥാനത്ത് നിന്ന്, നമ്മുടെ ഈ പറയുന്ന കശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിലെ ആളുകളുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിലൊരു പ്രതിഷേധം നടന്നത് ഈ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? ആ രണ്ട് മൂന്ന് നെറ്റ് സ്ലോ ആണ്. 2-3 തീവ്രവാദികളുടെ വീടുകൾ തകർത്തപ്പോൾ, അവിടുത്തെ സൈന്യവും അവിടുത്തെ പ്രാദേശിക ഭരണകൂടവും കൂടി അവരുടെ വീടുകൾ തകർത്തപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു പ്രതിഷേധം നടന്നു. നമ്മളിൽ എത്ര പേര് അറിഞ്ഞു ഈ കാര്യം? അന്യായമായ സംഘം ചേരൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയ ശേഷം ഈ പറയുന്ന കക്ഷികളെ വിട്ടയച്ചു. എറണാകുളം ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. അതിലൊരുത്തൻ ഇന്ന് നാഗ്പൂർ പോലീസിൻ്റെ കയ്യിലുണ്ട്. നാഗ്പൂർ ATSൻ്റെ ആൻറ്റി ടെററിസ്റ്റ് വിങ്ങിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് റെയ്ഡ് നടന്നത്. നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന പല തീവ്രവാദികളും കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. നമ്മുടെ ഭാരതം പരാജയപ്പെട്ടു എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെ അവർ പറയുന്നതാ കോമഡി. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെയുള്ള സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ട് അവർ പറയുന്നു, ആ രാജ്യത്തുള്ള പാകിസ്ഥാനികൾ ഭയങ്കര ആഘോഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ലഡു വിതരണം ചെയ്യുന്നു, അവർ പ്രകടനം നടത്തുന്നു, ഭയങ്കരമായി തുള്ളിച്ചാടുന്നു ഒക്കെ പറയുന്നു. എന്തറിഞ്ഞിട്ടാണെന്നാണ്. ആ ആളുകളാണ് ഈ പണ്ട് വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഭാരതവും പാകിസ്ഥാനും കൂടെ ഒരു യുദ്ധം തന്നെ നടന്നിട്ടുണ്ട്, കാർഗിൽ. നമ്മുടെ വളരെ മികച്ച രീതിയിൽ ആ പാകിസ്ഥാനെ വലിച്ചു കീറി ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ വമ്പൻ വിജയം നേടിയതാണ്. ആ യുദ്ധം പാകിസ്ഥാൻ ജയിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. 95% വരുന്ന പാകിസ്ഥാൻ ജനതയും വിശ്വസിക്കുന്നത് ഈ ഭാരതത്തെ പാകിസ്ഥാൻകാർ പരാജയപ്പെടുത്തിയെന്നാണ്. 90-95% വരുന്ന ആൾക്കാർ. ബാക്കി 5% പേരുണ്ടല്ലോ അത് വിശ്വസിക്കാത്തവർ. അതാരാന്നറിയോ? ആ രാജ്യത്തെ സൈനികരാണ്. അവർക്കറിയാം യാഥാർത്ഥ്യം ഒരു തേങ്ങയെ സംഭവിച്ചിട്ടില്ല. ഈ വന്നിട്ടുള്ള ഭാരതം നടത്തിയിട്ടുള്ള ഈ അക്രമങ്ങൾ, തിരിച്ചുള്ള പ്രത്യാക്രമങ്ങൾ, ഈ പ്രിസൈസായിട്ട് നടത്തിയിട്ടുള്ള പരിപാടികൾ, ടാർഗറ്റ് ചെയ്ത് നടത്തിയ പരിപാടികൾ, അത് കൃത്യമായിട്ട് ഫലം കണ്ടിട്ടുണ്ട്. അതായത് ഹിസ്ബുൾ മുജാഹിദീൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ-ഇ തോയ്ബയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആസ്ഥാന കേന്ദ്രങ്ങളെല്ലാം പൊളിച്ചടുക്കി. ഭാരതത്തിൻ്റെ ഏറ്റവും ശക്തമായ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർസോണിക് മിസൈൽ സംവിധാനമായിട്ടുള്ള ബ്രഹ്മോസ് പോലെയുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം നടത്തിയ തിരിച്ചടിയിൽ അവരുടെ സിവിലിയൻസിനെ ഒരാളെ പോലും നമ്മൾ ഉപദ്രവിച്ചിട്ടില്ല. ഒരു സൈനികനെയും വകവരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ അവസാന നിമിഷം നടത്തിയ യുദ്ധത്തിൽ സൈനികർ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മളുടെ ലക്ഷ്യം തീവ്രവാദത്തിനെതിരെയായിരുന്നു. കൃത്യമായ രീതിയിൽ ആ ടാർഗറ്റ് ലക്ഷ്യം കണ്ടു. ഈ പറയുന്ന പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ തകർത്തു. അവർക്ക് അടുത്ത ഒരു 20 കൊല്ലം തലകുത്തി നിന്നാൽ പോലും ശരിയാക്കിയെടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവിടെ ദ്രവ്യനാശങ്ങൾ വരുത്താൻ ഭാരതത്തിന് സാധിച്ചു. മുച്ചൂട് മുടിച്ചെന്ന അവസ്ഥയിലേക്ക് അവരുടെ അവസ്ഥ വളരെ ഭീകരമായ രീതിയിലായിരുന്നു. അവർക്ക് സാമ്പത്തിക സ്രോതസ്സില്ല, വരുമാനമില്ല, ഒന്നുമില്ല. അങ്ങനെ നിന്നപ്പോഴാണ് ഇവർ പോയി ലോകബാങ്കിന് മുന്നിൽ കൈനീട്ടി അവർക്കൊരു ലോണിന് അപേക്ഷിച്ചിരുന്നു. ഭാരതം എതിർത്തു. പക്ഷേ മറ്റുള്ള അവർക്കത് കൊടുക്കേണ്ട ഇതുള്ളതുകൊണ്ട് അവരുടെ റൂൾ പ്രകാരം ആ രാജ്യത്ത് കൊടുത്തു. അപ്പോൾ അത് ചെയ്തു. ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന യുദ്ധം പെട്ടെന്ന് നിന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ കുറേ അണ്ണന്മാർ ഭയങ്കര ഈ സംശയ ജിജ്ഞാസുക്കൾ ഒരുപാടുണ്ട്. അവരുടെയൊക്കെ ലോകത്ത് വേറൊരു രാജ്യത്തെയും സൈന്യത്തിന് വന്നിരുന്ന് ആളുകളുടെ മുന്നിൽ വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല, ഇന്ത്യയിലെ അല്ലാതെ. കാരണം നമ്മുടെ നാട്ടിലെ തൊലിഞ്ഞ കുറേ എണ്ണത്തിൻ്റെ തൊഴിൽ കാരണം ഇത് പറയാതിരിക്കുക അവരുടെ ഗതികേട് കൊണ്ട് പറയേണ്ടി വന്നു. കാരണം ഇവിടെ ഇരിക്കുന്നത് ഈ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലെ ഈ പ്രതിപക്ഷം എന്ന് വിളിക്കപ്പെടുന്നതിലെ ഒരു വിഭാഗം ഊളകൾ അങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് വിശദീകരിക്കേണ്ടി വന്നു. ആ വിശദീകരിച്ചപ്പോൾ കൃത്യമായ കാര്യങ്ങൾ എന്നിട്ടും പറ്റാത്ത ചില ആളുകളുണ്ട്. നമ്മുടെ സൈന്യത്തിൻ്റെ ക്ലെയിം എല്ലാം തെറ്റാണ് എന്ന് വ്യാഖ്യാനിച്ച തീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഓരോ തീവ്രവാദികൾക്കെതിരെയും സംസ്ഥാന സർക്കാരിനും സംസ്ഥാന പോലീസിനും
കേന്ദ്ര പോലീസിനും, അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾക്ക്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉൾപ്പെടെ അവരുൾപ്പെടെ ഈ നമ്പറുകളൊക്കെ വെബ്സൈറ്റ് ID, ഇമെയിൽ ID ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. രാജ്യത്തിനെതിരെയും സൈന്യത്തിനെതിരെയുമുള്ള കമൻറ്റുകൾ, പോസ്റ്റുകൾ, അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയുള്ള പരാതികൾ ധാരാളം ചെയ്തു. ഞങ്ങളുടെയൊക്കെ നാട്ടുകളിൽ നിന്നുള്ള ആളുകളെക്കുറിച്ച് കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നോരോന്നായി നടപടി എടുത്തിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇതുപോലെ NIA കേന്ദ്രത്തിൽ ഉണ്ടുറങ്ങിയിരിക്കുന്നതായിരിക്കും പിന്നെ അവർ കാണപ്പെടുന്നു. പോട്ടെ, അതൊക്കെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നേരത്തെ ഒരുത്തനെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച കക്ഷി ATS മുട്ടുസൂചി കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് അവനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അവൻ ഈ പഴയ ഒരു പ്രമുഖ പത്രപ്രവർത്തകൻ എന്ന് പറയുന്ന രീതിയിൽ ഉത്തർപ്രദേശിൽ പോയ ഒരു മുതലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇടതിനും വലതിനും എല്ലാവരോടും മാറി മാറി അവന് വേണ്ടി കുറേ പ്രകടനങ്ങളൊക്കെ നടത്തി ഇപ്പം ജാമ്യം കിട്ടി വന്നിരിക്കുന്ന ഒരു മുതൽ, ആ മുതലിൻ്റെ സഹപ്രവർത്തകനാണിത്. ഇപ്പോൾ ഇവനെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിനിറങ്ങിയേക്കുന്ന സംഘടനയെക്കുറിച്ചും ഈ പറയുന്ന സംസ്ഥാന ഇൻ്റലിജൻസിനും കേന്ദ്ര ഏജൻസികൾക്കൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട്. അത് ഏത് സംഘടനയാണെന്നും അവർ പരസ്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവർ രണ്ടും നേരിടാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അവരെയൊക്കെ അവർ പൊക്കിക്കോളും, വഴിയെ പൊക്കിക്കോളും. സഡനായിട്ട് വന്ന് പെട്ടെന്ന് പരാതി കൊടുത്താൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റായിട്ട് പൊക്കിക്കൊണ്ടു അല്ല പൊക്കും, സംശയമൊന്നുമില്ല, അവിടെ നിൽക്കട്ടെ. ഇത് ഭീഷണിയൊന്നുമല്ല കേട്ടോ, ഈ അങ്ങനെയൊന്നും ആരും കരുതരുത്. ഇതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലെ നടപടിക്രമം. അപ്പം പറയുന്നു, നരേന്ദ്രമോദിയുടെ പരാജയമാണ്. ഇന്ദിരയായിരുന്നെങ്കിൽ പൊളിച്ചേനെ, ഇന്ദിര പണ്ട് പൊളിച്ചതാണ് കുറേ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര 91,000 പാകിസ്ഥാൻ സൈനികർ, അതായത് 1,00,000 പാകിസ്ഥാൻ സൈനികർ ആ ഇന്ദിരയുടെ കാലത്ത് നടന്ന യുദ്ധത്തിൽ ഭാരതത്തിൻ്റെ സൈനികരുടെ മുന്നിൽ വന്ന് കീഴടക്കി. എന്താ ചെയ്തു? ഇവരെല്ലാം വിട്ടു. അവരെ യുദ്ധത്തരംഗത്തിൽ വെച്ചിരുന്നോ? ഇല്ല. നമ്മുടെ കുറേ പ്രദേശം അവരുടെ കയ്യിലിരുന്നു. അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. ഇതായിരുന്നു യുദ്ധവിജയം. നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചു, പക്ഷേ വിജയിച്ച യുദ്ധത്തിനെ തോൽപ്പിച്ചു ആര്? അന്നത്തെ സർക്കാർ. അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം എല്ലാവർക്കും അറിയാം. വലിയ വീരേതിഹാസത്തിൻ്റെ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർക്ക് രോമാഞ്ചം വരുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഈ BJP ഉണ്ടായിരുന്നതും ഏതാണ്ട് സീറ്റ് ആരാണ്ട് കാണിച്ച് പിടിച്ചുകൊണ്ട് പോയ വാരിയേർ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഒരു ചാനലിൽ വന്നിരുന്നു. അപ്പോൾ അയാൾക്ക് ഒരു മുൻ സൈനികർ, വേറെ BJP കാരനോ വേറെ പാർട്ടിക്കാരനോ ഒന്നുമല്ല, കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുള്ളത് ആരാണ്? അപ്പോൾ ഒരു സെക്കൻഡ്, പുതിയതായിട്ടൊരു പരാതി ഒരാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം പുതിയ സംവിധാനം വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ ആളുകൾക്കെതിരെ, വലിയ മഹാന്മാരാണെന്ന് ധരിച്ചിരുന്ന പല ആൾക്കാർക്കുമെതിരെ നാട്ടുകാരൊക്കെ പരാതിയൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമ്മുടെ സൈന്യത്തിനെതിരെ ആഭാസകരമായ രീതിയിലും രാജ്യവിരുദ്ധമായ രീതിയിലും പോസ്റ്റുകൾ ഇടുകയും കമൻറ്റുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളിൽ ഒരു ഇടതുപക്ഷക്കാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവരെ പോസ്റ്റ് ഇട്ട ഉടനെ ഡിലീറ്റ് ചെയ്തത്രേ. അവരെയും പൊക്കും. സൈന്യത്തിൻ്റെ ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡുകൾ തന്നെ വന്ന് പൊക്കും, വലിയ താമസമില്ല. ഇതൊന്നും നമ്മൾ പറയുന്നതല്ല. ഇതൊക്കെ പരാതി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചെയ്ത പ്രക്രിയ എന്ന് പറയുന്നത് സെഡീഷൻ തന്നെയാണ്. ആ സെഡീഷൻ എന്ന് പറയുന്നതിനെതിരെ ഡയറക്റ്റ് നടപടി എടുക്കാൻ പറ്റത്തില്ല എന്നൊരു യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ കാണിച്ചിരിക്കുന്ന കൊള്ളരുതായ്മയെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാകുമല്ലോ. നമുക്കത് അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറയുന്ന മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ തീവ്രവാദികളുണ്ട്. ഞാൻ പറയുന്നത് മുൻനിര ചാനലുകൾ ഒന്നുമല്ല, അല്ലാത്ത ഈ ഡ്യൂപ്ലിക്കേറ്റ് ഓൺലൈൻ മീഡിയാസൊക്കെ കുറേ ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ഫ്രോഡുകളുണ്ട്. ഈ ഫ്രോഡുകളിലുള്ളവരുടെയൊക്കെ മുഖം ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് യുദ്ധം നിർത്തിയപ്പോൾ നരേന്ദ്രമോദിയുടെ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നടാവേ, ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴേ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ BJPയുടെ ഭക്താക്കന്മാരുടെ ഒരാളായ ശങ്കുറ്റി ദാസിന് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് ശങ്കുറ്റി ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. സംഭവം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്,
അണുവായുധങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വലിയ ഭീഷണി ഒന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട എന്നുള്ളത്. അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും അങ്ങാണെന്ന് തോന്നുന്നു, ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു, മറ്റൊരു രാജ്യത്തിൻ്റെയും 2 വിമാനങ്ങൾ, അതും ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള 2 വിമാനങ്ങൾ ഇത് പാകിസ്ഥാനിലുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ വെറുതെ പറയുന്നതാണെന്നൊന്നും പറഞ്ഞുണ്ടാക്കണ്ട, നിങ്ങൾക്ക് അന്വേഷിക്കാം. ആ 2 വിമാനങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അവരെന്തിനാണ് അടിയന്തരമായി അവിടെ ചെന്നിട്ടുള്ളത്? സിമ്പിളാണ്. ഭാരത സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിൽ അവരുടെ ഈ പറയുന്ന ആണവ ശക്തി അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങൾ സൂക്ഷിച്ചിരുന്ന സംവിധാനത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ആണവ വികിരണം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം തീർന്നത് അങ്ങനെയാണ്. കാരണം അത് വലിയ രീതിയിലേക്ക് മാറിയാൽ അത് നമുക്കും ബാധകമാവുന്ന രീതിയാണ്. നമ്മൾ ഇതുവരെ യുദ്ധത്തിലേക്ക് പോയില്ലല്ലോ. നമ്മളെ ആക്രമിച്ച അണ്ണന്മാർ നമ്മുടെ ദേഹത്ത് കൊതുക് കുത്തിയപ്പോൾ നമ്മൾ ആ കൊതുകിനെ തട്ടിക്കളഞ്ഞു, കൊതുകിനെ തല്ലി. നമ്മൾ ഇലക്ട്രിക് ബാറ്റ് വെച്ച് കൊതുകിനെ നമ്മൾ കറണ്ടടിപ്പിച്ച് കൊന്നു, കൊതുക് തിരി കത്തിച്ച് വെച്ചു. ചെറിയ ചെറിയ പ്രക്രിയകൾ. അവർ ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഇങ്ങോട്ട് വെച്ചു. S-400 വെച്ച് നമ്മൾ പൊളിച്ചു കൊടുത്തു. അവരിങ്ങോട്ട് റോക്കറ്റും സാധനങ്ങളും അയച്ചു. നമ്മൾ ആ സാധനത്തിനെ ഭാരതത്തിൻ്റെ ഭൂമി തൊടുന്നതിന് മുമ്പ് ഒരു മോളി വെച്ച് തന്നെ ഭസ്മമാക്കി കളഞ്ഞു. അവർ ഭീകരവാദികളെ ട്രെയിനിങ് കൊടുത്തിരുന്നു. ആ ട്രെയിനിങ് കൊടുക്കുന്ന ഭീകരവാദികൾ പാകിസ്ഥാനിലെ സൈനികരുടെ മെൻറ്റർമാരാണത്രേ. അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് കൊടുക്കുന്ന ആൾക്കാരും അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണത്രേ. അവൻ്റെയൊക്കെ വായിക്കാത്തവരൊക്കെ കയറി ചെവിക്കാത്തവരൊക്കെ മിസൈൽ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴായിരുന്നു ഇത് ഇന്ത്യ വിട്ടതാണെന്ന് അറിഞ്ഞത്. അവരുടെ സകലവിധ റഡാർ സംവിധാനങ്ങളെയും തകർത്തു, ലോഞ്ചിങ് പാഡുകളെല്ലാം തകർത്തു, ചെയ്യാവുന്നതെല്ലാം തിരിച്ചു പണി കൊടുത്തു. എന്നിട്ട് പാകിസ്ഥാൻ്റെ കുറേ മണ്ടന്മാരായ ആളുകൾ റോഡിൽ കിടന്ന് തുള്ളുന്നത് കണ്ട് ചില ആളുകളും നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക ടീമുകളും വല്ലാതെ അസ്വസ്ഥരാണ്. ഒരു പ്രമുഖൻ മലയാളിയായ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ന് ഒരാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു കരാർ, സിംല കരാറല്ലേ, ആ കരാർ നമ്മൾ ലംഘിച്ചു എന്ന് വ്യക്തമാക്കണം, ഉടനെ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്ന്. അതിനുള്ള മറുപടി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ കൊടുക്കേണ്ട സമയത്തൊക്കെ വിളിക്കേണ്ട സമയത്തൊക്കെ അവർ വിളിച്ചോളൂ. ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല അതിൻ്റെ രീതി, അതിന് നടപടിക്കണം. കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് ആരാണ്? സൈന്യമാണ്. സൈന്യത്തിൻ്റെ 3 സേനാ വിഭാഗങ്ങളുടെയും തലവന്മാരും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും വന്നിരുന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് മനസ്സിലാക്കുക, അതങ്ങോട്ട് സന്തോഷമായിട്ടിരിക്കുക. ആ സംഭവമാണ് ഭാരതത്തിന് പറയാനുള്ളത്. ഇതാണ് വിശദീകരണം. ഇത്രേ ഉള്ളൂ വിശദീകരണം. പിന്നെ ഈ നടന്ന സംവിധാനത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് വന്ന പണ്ട് ഒരു വിവരവും വെളിവും ഇല്ലാത്തൊരു പൊട്ടനുണ്ടല്ലോ, പല രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് തോന്നിയാസം പറയുന്ന ഒരു മരപ്പൊട്ടൻ ഒരുത്തനുണ്ട്. അവൻ സ്വന്തം രാജ്യത്തിനെക്കാട്ടിൽ താല്പര്യം വേറെ ചില രാഷ്ട്രങ്ങളോടാണ്. ഇടയ്ക്കിടയ്ക്ക് പട്ടായെ പോകുന്നൊരു കക്ഷി. ഞാനതിൻ്റെ പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു വ്യക്തി, ഈ പറയുന്ന കക്ഷി മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി ഭാരതത്തിനെക്കുറിച്ച് തോന്നിയാസം പറയുന്നവൻ, ഭാരതത്തിൻ്റെ സൈനികർ പാകിസ്ഥാനിൽ തിരിച്ചക്രമം നടത്തിയപ്പോൾ ഈ നടത്തിയ അക്രമം എന്ന് പറയുന്നത് കുറേ പൈൻ മരങ്ങൾ ഒടിഞ്ഞു വീണതാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ മുതലുണ്ട്. സ്വന്തം രാജ്യത്തിൻ്റെ സൈനികരെ കളിയാക്കിയത്. ഇപ്പോൾ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് അവരുടെ സൈനിക വിഭാഗത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ അത് ഞങ്ങളുടെ കഴിവാണെന്ന് പറഞ്ഞിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോസ് ലോകത്തെല്ലാവരും കണ്ടതാണല്ലോ. അപ്പോഴും വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട്. ഉടുത്തിരിക്കുന്ന മുണ്ടിനെ പോലും വിശ്വാസമില്ലാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ ഇവരെ ഒന്നും വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഒരുപാട് പേരിപ്പോൾ ചോദിക്കുന്നു, POK പിടിച്ചെടുക്കത്തില്ല, POK പിടിച്ചെടുക്കും. എന്തുവിന് ഈ ആവശ്യമില്ലാത്ത തലവേദനയൊക്കെ? ഇപ്പോൾ ഭാരതത്തിൻ്റെ സൈന്യം ഒരു കാരണവശാലും യുദ്ധത്തിലേക്ക് പോയിട്ടില്ല. ഭാരതം POK പിടിച്ചെടുക്കാൻ പോയതല്ല. നമുക്ക് 15 മിനിറ്റിൻ്റെ പണിയുള്ളത്, അതിനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിനുണ്ട്. പക്ഷേ ഭാരതം POK പിടിച്ചെടുക്കാൻ പോയതല്ല. നമ്മുടെ നാട്ടിൽ പെഹൽഗാമിലേക്ക് കടന്നു വന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ 10-28 പേരെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ചോദിച്ചു മനസ്സിലാക്കി നമ്മുടെ നാട്ടുകാരായ 27 പേരെയും ഒരു നേപ്പാൾ പൗരനെയും അവിടെ നിർത്തി ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ തീവ്രവാദികൾ പാകിസ്ഥാൻ്റെ ആശയം ഉൾക്കൊണ്ടവരാണ്. പാകിസ്ഥാൻകാരനാണെന്ന് ഞാൻ പറയില്ല വ്യക്തിപരമായി. കാരണം അവന്മാർ ഇവിടെ തന്നെ ഉള്ളവരാണ്. പാകിസ്ഥാൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ തന്നെ തീവ്രവാദ പരിശീലനം കിട്ടിയാണ്. അവരോടൊക്കെ തന്നെ കാണും. ഒന്നുകിൽ സൈന്യത്തിൻ്റെ കൈ കാണും, അല്ല അവിടെ ഒളിപ്പിച്ച് കാണും. ഇല്ലെങ്കിൽ എന്നേ ഇവന്മാരെ ഒരു 10-40 ഓട്ടം ഇടിപ്പിച്ച് സൈന്യം
ഹൂറി പദത്തിലേക്ക് രമിക്കാൻ വിട്ട് കഴിഞ്ഞ് കാണും. അതാണല്ലോ അവരുടെ ലക്ഷ്യം. ഹൂറികളുടെ അടുത്തേക്ക് രമിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത് കാണും. അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഒരു 3 കാര്യങ്ങൾ ഫൈനലായി പറഞ്ഞു നിർത്തുകയാണ്. 1, ഭാരതം പാകിസ്ഥാനുമായി ഒരു യുദ്ധം ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആ നടപടിക്രമങ്ങളെ എതിർക്കുകയും അതിനെ തടയിടുകയും ഭാരതത്തിൻ്റെ സേനാബലം ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ തച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ അക്രമം വ്യാപിപ്പിച്ചപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് നല്ല രീതിയിൽ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. അവരുടെ അനേകം പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ തീവ്രവാദികളായിട്ടുള്ള എണ്ണം പറഞ്ഞവരെ നമ്മൾ നമ്പർ ഇട്ട് വെച്ചിരുന്ന അണ്ണന്മാരെ എല്ലാം തീർത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത്, ഭീകരവാദ രാഷ്ട്രമായ പാകിസ്ഥാൻ്റെ യഥാർത്ഥ തൊഴിൽ എന്താണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ റഡാർ സംവിധാനങ്ങളും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഭാരതത്തിൻ്റെ ഈ പറയുന്ന ഏറ്റവും ചെറിയ രീതിയിലുള്ള റോക്കറ്റ് സംവിധാനങ്ങളുടെ മുന്നിൽ പോലും ഒന്നുമല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമില്ല അവിടെ. ഇപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് ഡ്രോൺ വിട്ടാൽ പോലും അണിയന്മാരനെയും അവിടെ ചെന്നത് കണ്ടു കഴിയുമ്പോഴേ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാം തകർത്തു. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന ഓരോ പരിപാടി ചെയ്തതിൻ്റെയും വീഡിയോ കൊണ്ടുവന്ന് ഓരോരുത്തരെയും കാണിച്ചു കൊടുത്ത് അവരെ ബോധിപ്പിച്ചു കൊടുക്കാനൊന്നും ഈ രാജ്യത്തെ സൈന്യം തയ്യാറാവില്ല. എന്നിട്ടും സംശയം മാറാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ആളുകളോട് പറയാനുള്ളത്, ഒന്നുകിൽ വല്ല പരാമർ മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം അല്ലാതെ വേറെ മാർഗമൊന്നിനകത്ത് കാണുന്നില്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ആണവശക്തി ഉൾപ്പെടെയുള്ള സംവിധാനത്തിനെ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്കും അവർക്കുള്ള 8ൻ്റെ പണിയും കൊടുത്തു വെച്ചിട്ടാണ് വന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ പാകിസ്ഥാൻകാർ കൊണ്ടുവരുന്ന ലഡു വിതരണവും അല്ലെങ്കിൽ പാകിസ്ഥാൻകാർ ലഡു വിതരണവും കേക്ക് വിതരണവും ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതൊക്കെ ചെയ്യുന്ന ആളുകളോട് പറയേണ്ടത്, അവർ കൊണ്ടുവരുമ്പോൾ സമയത്ത് ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് തുള്ളുന്ന പൊട്ടന്മാരോട് പറയാനുള്ളത്, ആ ആളുകളോട് ചോദിക്കണം അവരുടെ രാജ്യത്തിൻ്റെ സ്വന്തം അവസ്ഥ എന്താണെന്നുള്ളത് ശരിക്കൊന്ന് പോയി നോക്കിയിട്ട് വരാൻ പറയണം. 3 മാസത്തേക്കുള്ള അരിയും റേഷനും ബാക്കി സംവിധാനങ്ങളും നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കണമെന്ന് ഈ ഭാരതം പ്രത്യാക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്കെല്ലാവർക്കും നോട്ടീസ് അടിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾ വിതരണം ചെയ്തത് വിദേശ രാജ്യങ്ങളിലൊക്കെ വെച്ച് നമ്മുടെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾ വരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് ലഭിച്ചതിൻ്റെ പടമൊക്കെ അവർ കൊണ്ടുവന്ന് ചില കമ്പനി മാനേജർമാരെയൊക്കെ ചിലയിടത്ത് കാണിച്ചിട്ടുണ്ടത്രേ. ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ സേനകളുടെ വിജയമെന്ന് പറയുന്നത് അത് എത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ദേശസ്നേഹികൾക്ക് മനസ്സിലാകും. സംശയാലുക്കളുടെ സംശയം ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പിന്നീട് നമ്മുടെ നാട്ടിലെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിനെതിരെയും നമ്മുടെ ഭരണകൂടത്തിനെതിരെയും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാരനാണെന്നൊക്കെയുള്ള ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു കമൻറ്റ് ചെയ്തേക്കുന്നു, പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് അവരെ അവിടെ പോയി കൊന്നതിന് പകരമായി ഇന്ത്യക്കാരെ തിരിച്ചു പേരെ കൊല്ലാനുള്ള അവകാശമുണ്ടെന്ന് വരെ പറഞ്ഞ ആൾക്കാർ നമ്മുടെ കേരളീയരാ. മലയാളിയായ ഒരുത്തൻ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയ ഒരു കക്ഷി കശ്മീരിൽ മരണപ്പെട്ട് കിടന്നിരുന്നു. അതിന് അന്വേഷണം എവിടെ എത്തി? അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നത് ഏതെങ്കിലും മലയാള ചാനലുകൾ കാണിക്കുമോ? എന്തെങ്കിലും ആട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സംശയാലുക്കളുടെ സംശയം തീർക്കാൻ ആരും നിൽക്കേണ്ട. അവരോട് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സേനാ വിഭാഗവും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുക, വേണമെങ്കിൽ വിശ്വസിക്കുക. സംശയമാണ് നിങ്ങളുടെ ഉള്ളിൽ പിന്നെയും കിടക്കുന്നതെങ്കിൽ സംശയിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് മാത്രമാണ് തൽക്കാലം പറയാനുള്ളത്. ശുഭരാത്രി.